അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോയിൻ DCX എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആപ്പ് ഉണ്ട്. ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ഉള്ള ആപ്ലിക്കേഷനാണിത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലെത്തി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ സൈൻ അപ്പ് വിത്ത് ഇമെയിൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന പേരും ഇമെയിൽ ഐഡിയും കൊടുത്ത് ഒരു പാസ്വേഡും സെറ്റ് ചെയ്ത് കണ്ടിന്യൂയിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വൺ ടൈം പാസ്വേഡ് നമ്മുടെ ഇമെയിൽ ഐഡിയിലേക്ക് വരും. ആ വൺ ടൈം പാസ്വേഡ് എടുത്ത് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം. അതിനായിട്ട് ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂയിൽ ക്ലിക്ക് ചെയ്യുക. മുമ്പത്തേന്റെ കൂടെ തന്നെ ഒരു വൺ ടൈം പാസ്വേഡ് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരും. ആ വൺ ടൈം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ക്രിപ്റ്റോ കറൻസിയും ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ബൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൽ ഫണ്ട് ആഡ് ചെയ്യുന്നതെന്നൊക്കെ. ഇവിടെ ഇത് ഹോം പേജാണ്. ഹോം പേജിൽ നമുക്ക് ഇവിടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ ഏതൊക്കെയാണോ അതൊക്കെ ഇവിടെ കോയിൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള കോയിൻസ് ഏതാണെന്നൊക്കെ ഇവിടെ ഹോം പേജിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പ്രൈസസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൾ കോയിൻസ് കാണാൻ സാധിക്കും. ഓൾ കോയിൻസിൽ എത്ര കോയിൻസ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ നമുക്ക് നോക്കാനും നമുക്ക് ആവശ്യമുള്ള കോയിൻസ് ബൈ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഓർഡേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോയിൻസ് നമ്മൾ ബൈ ചെയ്യുന്നു അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ TRXും ബിറ്റ് കോയിനും അതേപോലെ തന്നെ ടെതറും ഒക്കെ ബൈ ചെയ്തിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. ഇനി മൈ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ റിപ്പിളിലും ബിറ്റ് കോയിനിലും TRXിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 4300 രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ഏണിംഗ്സും കാണാനായിട്ട് സാധിക്കും. 22, 7, 68 അങ്ങനെ ഏണിംഗ്സ് ഇവിടെ വന്നിരിക്കും. ഏണിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ക്രിപ്റ്റോ ബൈ ചെയ്തപ്പോൾ പ്രൈസിനേക്കാളും കൂടിയിട്ടുണ്ട് അതിന്റെ റേറ്റ്. അപ്പം എനിക്ക് അതിനനുസരിച്ചുള്ള പെർസെന്റേജ് ഇവിടെ ഏണിംഗ്സ് ആയിട്ട് കൂടുതൽ വരുന്നുണ്ട്. ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നതും ഇതേപോലെ റെഡ് കളറിൽ വരുന്നത് ഉള്ള പൈസ പോകുന്നതുമാണ്. അതായത് ഞാനിവിടെ 100 രൂപയ്ക്ക് XRP ബൈ ചെയ്തിരുന്നു. ബൈ ചെയ്ത സമയത്തുള്ളതിനേക്കാളും പ്രൈസ് ഇപ്പം കുറഞ്ഞപ്പോഴാണ് എനിക്ക് 25 രൂപയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായത്. അതേസമയത്ത് ഞാൻ XRP ബൈ ചെയ്തപ്പോൾ ഉള്ളതിനേക്കാളും എമൗണ്ട് ഇപ്പം കൂടിയിരുന്നെങ്കിൽ, അതിന്റെ പ്രൈസ് കൂടിയിരുന്നെങ്കിൽ എനിക്കിവിടെ പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അക്കൗണ്ട് സെക്ഷനിൽ വരണം. അക്കൗണ്ട് സെക്ഷനിൽ അവൈലബിൾ ടു ഇൻവെസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഇവിടെ ആഡ് ഫണ്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മൊബിക്വിക്കോ അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻ ഉപയോഗിച്ച് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരുന്നില്ല. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ KYC ചെയ്യണം. ഞാൻ ഓൾറെഡി ഇവിടെ KYC ചെയ്തിട്ടുണ്ട്. നിങ്ങൾ KYC ചെയ്തിട്ടില്ലെങ്കിൽ ഹോം പേജിൽ തന്നെ ഇതേപോലെ ഒരു ബാനർ ഉണ്ടായിരിക്കും KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. KYC കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ KYC കംപ്ലീറ്റ് ആവും. ഒരു പാൻ കാർഡ് അതേപോലെ തന്നെ ആധാർ കാർഡ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ഒരു സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ KYC പ്രോസസ്സിംഗ് കഴിയും. പിന്നെ അവർ ചെക്ക് ചെയ്തതിനു ശേഷം എനിക്ക് തോന്നുന്നു ഒരു 6 അവേഴ്സിനുള്ളിൽ KYC കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കും. പിന്നീട് നമുക്ക് ഇതിൽ ട്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് KYC ചെയ്തില്ല എന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു മിനിമം 10,000 റുപ്പീസ് വരെ KYC ഇല്ലാതെ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിലെങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഉദാഹരണത്തിന് ബിറ്റ് കോയിൻ തന്നെ എടുക്കാം. ബിറ്റ് കോയിൻ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ബിറ്റ് കോയിൻ ബൈ ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിപ്പം ബൈ ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബൈയിൽ ക്ലിക്ക് ചെയ്യണം. ബൈയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര രൂപയ്ക്കാണോ ബിറ്റ് കോയിൻ വാങ്ങേണ്ടത് അതിവിടെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ എത്ര എമൗണ്ട് ബിറ്റ് കോയിൻ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം കാണിക്കും. അതിനുശേഷം ഇവിടെ താഴെ സ്വൈപ്പ് ടു ബൈ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം 15 രൂപ മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പം ബാലൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബിറ്റ് കോയിന് 100 രൂപയ്ക്ക് തൊട്ട് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരുപാട് ക്രിപ്റ്റോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബൈ ചെയ്യുന്ന കോയിന് ഏത് രീതിയിലുള്ളതാണ്, അതിന് മുമ്പോട്ടുള്ള സമയത്ത് എന്താണ് അതിന്റെ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മുമ്പോട്ടുള്ള സമയത്ത് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇനി ഇതിൽ കറക്റ്റായിട്ട് എങ്ങനെ ബൈ ചെയ്യാൻ സാധിക്കും, സെൽ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ പറയുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.